BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട സിപ്രസ് അംബാസിഡർ ഡോക്ടർ ആൻഡ്രിയാസ് എലിയാഡ്സിനെ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു സ്വീകരിച്ചു. ബഹ്റൈനും സിപ്രസും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും ആശയങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു. വ്യാപാര സാമ്പത്തിക മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നു. ബഹ്റൈൻ മലേറിയ മുക്തമാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസൈദ് ജവാദ് ഹസൻ വ്യക്തമാക്കി. 1979 മുതൽ രാജ്യത്ത് ഒരൊറ്റ മലേറിയ കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 1981 ബഹ്റൈൻ മലേറിയ മുക്തമാണെന്ന് ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കൊതുകുകൾ പരക്കുന്നത് രാജ്യത്ത് മലേറിയയ്ക്ക് കാരണമാകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മുന്നോട്ട് വന്നത്. മലേറിയ അടക്കമുള്ള പകർച്ചവ്യാധികളിൽ നിന്നും ബഹ്റൈൻ മുക്തമാണെന്നും ഏതുതരം അസുഖങ്ങളെയും നേരിടാൻ മന്ത്രാലയം സജ്ജമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. എല്ലാത്തരം പകർച്ചവ്യാധികൾക്കെതിരിലും ജാഗ്രത പാലിച്ചാണ് ബഹ്റൈൻ മുന്നോട്ട് പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉമ്മുൽ ഹസമിലെ റെസ്റ്റോറന്റിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് അടച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ബഹ്റൈൻ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ റാന്നി MLA പ്രമോദ് നാരായണന് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് പൊൻകുന്നം സോബി പൂച്ചെണ്ട് നൽകി ആദരിച്ചു. ദേശീയ സെക്രട്ടറി ജിം സെബാസ്റ്റ്യൻ, ശരത്ചന്ദ്രൻ, വിപിൻ കടുത്തുരുത്തി, സിജോ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ സൽമാനിയയിൽ വെച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകരായ KT സലീം, സുരേഷ് പുത്തൻവിളയിൽ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു. TMC എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പരിപാടികൾ നിയന്ത്രിച്ചു. 75-ൽ പരം ആളുകൾ രക്തം ദാനം ചെയ്തു. KMCC ബഹ്റൈൻ വയനാട് ജില്ലാ കമ്മിറ്റി പ്രവർത്തനോദ്ഘാടനം ഹരിതം 24 എന്ന ശീർഷകത്തിൽ നടന്നു. മനാമ KMCC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യ അതിഥിയായിരുന്നു. KMCC ബഹ്റൈൻ വയനാട് ജില്ലാ പ്രസിഡന്റ് റിയാസ് പന്തിപ്പൊയിൽ അധ്യക്ഷത വഹിച്ചു. വയനാട് ജില്ലാ KMCC ജനറൽ സെക്രട്ടറി ഷമീം കുഞ്ഞോം സ്വാഗതം പറഞ്ഞു. പരിപാടി KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. 2024-26 വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ഓർഗനൈസിംഗ് സെക്രട്ടറി സഫീർ നിലവിൽപ്പുഴ അവതരിപ്പിച്ചു. ജനാധിപത്യ ഇന്ത്യയുടെ തിരിച്ചുവരവ് വിദൂരമല്ല എന്നടങ്ങുന്ന KM ഷാജിയുടെ പ്രഭാഷണം പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. ചടങ്ങിൽ KMCC ബഹ്റൈൻ ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസൽ, ട്രഷറർ റസാഖ് മൂഴിക്കൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി KP മുസ്തഫ, KMCC മുൻ സംസ്ഥാന പ്രസിഡന്റ് SV ജലീൽ, OICC പ്രസിഡന്റ് ബോബി പാറയിൽ, KMCC ബഹ്റൈൻ ജില്ലാ ഭാരവാഹികളായ ഹുസൈൻ മുട്ടിൽ, ഹസീബ് ബത്തേരി, ഷഫീഖ് RV, മൂസിൻ വന്നത, നിഷാദ് വടുവഞ്ചാൽ, ഫതഹുദ്ദീൻ മേപ്പാടി, ഷാനിദ് പള്ളിക്കൽ, ഷാഫി ബത്തേരി, ഫൈസുൽ വെള്ളിമുണ്ട, റനീഫ് മേപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക തൊഴിലാളി ദിനം ബഹ്റൈൻ പ്രതിഭാസ്കറിലുള്ള ചാപ്പോ കമ്പനിയിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ആഘോഷിച്ചു. തൊഴിലാളികളും പ്രതിഭാ നേതാക്കളും പ്രവർത്തകരും ഒത്തൊരുമിച്ചുള്ള പരിപാടിക്ക് പ്രതിഭാ സ്വർലയ ഗായക സംഘം മാറ്റുകൂട്ടി. ഗായകരായ അഖിൽ കൃഷ്ണൻ, ഹരിശങ്കർ, വിശ്വ സുകേഷ്, ഷഫീർ വയനാട്, വേദവ്യാസ്, ദിനേശ് ചമ്പാല, വൃന്ദ ശ്രീജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന കലാപരിപാടികൾ, ഉച്ചഭക്ഷണം എന്നിവയ്ക്ക് പ്രതിഭ മുഖ്യ രക്ഷാധികാരി P ശ്രീജിത്ത്, പ്രതിഭ ആക്ടിംഗ് സെക്രട്ടറി സജിഷ പ്രജിത്ത്, പ്രസിഡന്റ് ബിനു മണ്ണിൽ, പ്രതിഭ രക്ഷാധികാരി സമിതി അംഗങ്ങളായ ശിവ രാജീവൻ, ഷെരീഫ് കോഴിക്കോട്, ജോയിന്റ് സെക്രട്ടറി മഹേഷ് KV, വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂനു, ട്രഷറർ രഞ്ജിത്ത് കുന്നന്താനം, കലാവിഭാഗം സെക്രട്ടറി പ്രജിൽ മണിയൂർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ KP, ഗിരീഷ് ശാന്തകുമാരി മോഹൻ, പ്രദീപ് പതേരി, ബിനു കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവധിക്കാലത്ത് നിരന്തരമായ ട്രെയിനുകൾ റദ്ദാക്കുന്ന റെയിൽവേയുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് A റഹീം MP കത്തിലൂടെ ആവശ്യപ്പെട്ടു. രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തിരിച്ചുമുള്ള സ്പെഷ്യൽ ട്രെയിനുകളടക്കം റെയിൽവേ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള സുവർണ ജയന്തി എക്സ്പ്രസ് റദ്ദാക്കി. അവധിക്കാലത്ത് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്കായി മാസങ്ങൾക്ക് മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും അവസാന നിമിഷം പ്രതിസന്ധിയിലാക്കുകയാണ് റെയിൽവേ. റദ്ദാക്കിയ ട്രെയിനുകൾക്ക് പകരമായി ഉടൻ തന്നെ സജ്ജീകരണങ്ങൾ നടപ്പാക്കണം. ബുക്ക് ചെയ്ത എല്ലാവർക്കും യാത്ര ഉറപ്പാക്കണം. അവധിക്കാലത്ത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്നും ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുന്ന നടപടികൾ പുനഃപരിശോധിക്കണമെന്നും A റഹീം MP കത്തിലൂടെ ആവശ്യപ്പെട്ടു.
ചലച്ചിത്ര താരം കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചാണ് അത്. നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മലയാളത്തിലും തമിഴിലുമായി 350 സിനിമകളിൽ വേഷപ്പെട്ടു. നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പാർക്കിൻസൺ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കൊല്ലം ജില്ലയിലെ ഉച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി 1960 ഓഗസ്റ്റ് 24 ജനനം. കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിൽ സിനിമയിലെത്തി. 1980 ഉണർത്ത് പാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായില്ല. പിന്നീട് 1982 റിലീസായ ചിൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1989 വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും 2005 വിവാഹമോചിതയായ കനകലതയ്ക്ക് മക്കളില്ല. 2022 മറവി രോഗമായ അൽഷിമേഴ്സും പിന്നാലെ പാർക്കിൻസണും ബാധിച്ച കനകലതയുടെ അവസ്ഥ ഏറെ ദയനീയമായിരുന്നു. തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാതെ, പ്രാഥമിക കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനാവാതെ, ഇടയ്ക്കെങ്കിലും സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. ചില്ല്, കരിയിലക്കാറ്റ് പോലെ, രാജാവിൻ്റെ മകൻ, ജാഗ്രത, കിരീടം, എൻ്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണേ സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി വർഗീസ് ചകവാർ, സ്ഫടികം, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്, മാട്ടുപെട്ടി മച്ചാൻ, പ്രിയം, പഞ്ചവർണ്ണ തത്ത, ആകാശഗംഗ 2 തുടങ്ങി മലയാള ചിത്രത്തിലും തമിഴിലുമായി തൻ്റെ വേഷങ്ങൾ മികച്ചതാക്കി. പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം. അങ്കമാലി പാറമടയിൽ കുളിക്കാനിറങ്ങിയ കരിങ്കൽ കൊത്ത തൊഴിലാളിയായ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ എളവൂർ പുളിയിനം കിഴക്കനടത്ത് വീട്ടിൽ രാമകൃഷ്ണന്റെയും വനജയുടെയും മകൻ സുധീഷാണ് നിര്യാതനായത്. പാറക്കടവ് പഞ്ചായത്തിലെ 3-ാം വാർഡ് പുളിയനം പൊക്കത്ത് കുരിശിന് കിഴക്ക് വശത്തെ കാലങ്ങളായി പ്രവർത്തനരഹിതമായ 20 അടിയോളം താഴ്ചയുള്ള പാറമടയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 അപകടം. സുധീഷിന്റെ ജ്യേഷ്ഠൻ വിനോദ് എന്ന മധു ലീസിനെടുത്ത് പാറമടയോട് ചേർന്ന് 20 വർഷത്തിലേറെ നടത്തിവരുന്ന പുളിയിനം ശില കൊത്തുപണി കേന്ദ്രത്തിലെ തൊഴിലാളിയാണ് സുധീഷ്. 6 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പ്രധാനമായും ദേവാലയങ്ങൾക്ക് ആവശ്യമായ കരിങ്കൽ ശില്പങ്ങളാണ് നിർമ്മിക്കുന്നത്. പെരുമ്പാവൂർ വളയംചിറങ്ങലിലെ ഭാര്യ വീടിനോട് ചേർന്ന വീട്ടിലും ജ്യേഷ്ഠൻ മധു പാറക്കടവ് മാമ്പ്രയിലെ വീട്ടിലുമാണ് കുടുംബസമേതം താമസിക്കുന്നത്. കൊത്തുപണി കേന്ദ്രത്തിലെ ഷെഡിലാണ് സുധീഷ് പതിവായി താമസിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വളയംചിറങ്ങലിലെ വീട്ടിൽ പോവാറുള്ളത്. ചൂടിന്റെ കാഠിന്യം മൂലം പതിവ് പോലെ പാറമടയിൽ ഇറങ്ങി കുളിക്കുന്നതിനിടെയാണ് നീന്തലറിയാതെ സുധീഷ് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത്. ഉടനെ കൂട്ടുകാർ കരയിൽ നിന്ന് കയറെറിഞ്ഞു കൊടുത്ത് വലിച്ചു കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ചെളി നിറഞ്ഞ വെള്ളത്തിൽ സുധീഷ് മുങ്ങി താഴുകയായിരുന്നു. സംഭവം അറിഞ്ഞ അങ്കമാലി അഗ്നിരക്ഷാസേനയും അങ്കമാലി ചാലക്കുടി സേനകളിലെ സ്കൂബ ടീമും ഓക്സിജൻ സിലിണ്ടറും ചെളിയിൽ മുങ്ങി തപ്പുന്ന സാഹസിക സംവിധാനങ്ങളുമായി എത്തി 1.5 മണിക്കൂറോളം ശ്രമം നടത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സമരം ഘടിപ്പിച്ചതോടെ 3-ാം ദിവസവും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചു. സമരക്കാർക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നും ചൊവ്വാഴ്ച മുതൽ പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്താനുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഒരു അപേക്ഷകനെങ്കിലും എത്തിയാൽ ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. ഒത്തുതീർപ്പ് ഉത്തരവിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി, ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അടക്കം സംഘടനകൾ പണിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ സമരക്കാർ പ്രശ്നമായി ചൂണ്ടിക്കാട്ടാവുന്ന സർക്കുലറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് 3 മുതൽ 6 മാസം വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ടെന്നും നിലവിലെ രീതിയിലാണ് ടെസ്റ്റ് നടത്തുന്നതെന്നുമാണ് ഗതാഗത കമ്മീഷണറുടെ നിലപാട്. ഇപ്പോൾ ആദ്യം നടക്കുന്ന എച്ചെടുക്കൽ രണ്ടാമതുള്ള റോഡ് ടെസ്റ്റ് ആദ്യമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടെസ്റ്റിനെത്തുന്നവർ 2-നും തയ്യാറായാണ് വരികയെങ്കിൽ സമരം അനാവശ്യമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.